കേരളീയരെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന തെമ്മാടി വർഗങ്ങൾ എന്ന് പരാമർശിച്ച് ഭാസ്കരൻ നായർ അജയൻ. ഇസ്രയേൽ റാഫേൽ ബോംബിട്ട സമയത്ത് എല്ലാ കണ്ണുകളും റാഫേലേക്കെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ ഏങ്ങി കരഞ്ഞുവെന്നും അവർക്ക് അയത്തുള്ള ഖൊമേനി എന്ന ഇറാനിലെ മുസ്ലിം മത ഏകാധിപതിയും ക്രൂരനുമായ ഭരണാധികാരി 12,000-ലധികം സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ സമരം ചെയ്തവരെ തൂക്കിക്കൊന്നപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. ആത്മാർത്ഥമായാണ് റഫേലെ പ്രതികരണം എങ്കിൽ ഇറാനിലും ആ പ്രതികരണം ആവർത്തിക്കേണ്ടതല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ഇത്രയും കഴപ്പണം കെട്ട ശിഖണ്ഡികളാണോ കേരളീയർ? ഇറാനിൽ 12,000-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹൃദയഭേദകമായ രംഗങ്ങൾ. ദ്രോഹികളെ, നീയൊക്കെ മനുഷ്യനാണോടാ? പ്രിയപ്പെട്ടവരെ, നിലവിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 26-കാരനായ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഇറാൻ നടപ്പിലാക്കി. കൂടാതെ 12,000-ലധികം പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. കേരളത്തിൽ ഈ കൊടിയ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇസ്രയേലിന്റെ 1,200-ലധികം പൗരന്മാരെ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ കൊല്ലുകയും 250-ലധികം പേരെ തടവിലാക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായി ഇസ്രയേൽ റാഫേൽ ബോംബിട്ടപ്പോൾ എല്ലാ കണ്ണുകളും റാഫേലേക്കെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെ ഉള്ളവർ ഏങ്ങി കരഞ്ഞു. കൂടാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന്റെ ചിത്രവുമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ DPI ഈ ചിത്രമിട്ടതും എന്തിനേറെ തിരുവോണ ദിവസം ചിലർ പവിത്രമായ കണ്ണൂരിലെ മാടായിപ്പാറ വരെ മലിനമാക്കി സമരം ചെയ്തതും നാം കണ്ടു. 2002-ൽ നടന്ന വംശീയ കലാപത്തിൽ 254 ഹിന്ദുക്കളും കുറച്ച് മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ മാത്രം കൊല്ലപ്പെട്ടു എന്ന നരേഷൻ ഉണ്ടാക്കി. മുസ്ലിങ്ങളെ ഇരയായും ഹിന്ദുവിനെ വേട്ടക്കാരനായും കാണിച്ചു. ഇപ്പോഴും അത് തുടരുന്നു. അതുപോലെ ദില്ലി കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ അവിടെ മോദിയുടെ ഭരണത്തിൽ ഹിന്ദു തീവ്രവാദികൾ മുസ്ലിങ്ങളെ കൊല്ലുന്നേ എന്ന നരേഷൻ ഉണ്ടാക്കി കരഞ്ഞു. മയ്യത്ത് നിസ്കാരം നടത്തി. ഇപ്പോഴും തുടരുന്നു. എന്നാൽ അയത്തുള്ള ഖൊമേനി എന്ന ഇറാനിലെ മുസ്ലിം മത ഏകാധിപതിയും ക്രൂരനുമായ ഭരണാധികാരി 12,000-ലധികം സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ സമരം ചെയ്തവരെ തൂക്കിക്കൊന്നപ്പോൾ ഒരു മുസ്ലിം ഏകാധിപതി സ്വന്തം രാജ്യത്തെ 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ അറുത്ത് തള്ളുമ്പോൾ ഷെയ്ൻ നിഗം പോസ്റ്റ് ഇട്ടിട്ടില്ല. ലാലി കരഞ്ഞില്ല. ആഷിഖ് അബു പേര് വായിച്ചില്ല. കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിച്ചില്ല. റഹീം പ്രകടനം നടത്തിയില്ല. KT ജലീലിന് വേദനിച്ചില്ല. സാംസ്കാരിക നായകന്മാർ സ്റ്റോറിയും ഇട്ടില്ല. ചോറ് തൊണ്ടയിൽ കുടുങ്ങിയതുമില്ല. കൂടാതെ ഹാഷ്ടാഗുകൾ അപ്രത്യക്ഷമാകുന്നു. ഇൻഫ്ലുവൻസർമാർ നിശബ്ദരാകുന്നു. രോഷം പ്രകടിപ്പിക്കുന്ന വ്യവസായ ശൃംഖലകൾക്ക് പെട്ടെന്ന് വിസ്മൃതി സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ന്യൂനപക്ഷ വക്താക്കളും ബോധപൂർവം ഇത് അവഗണിക്കുന്നു. ഖമനേയിയെ ഒരു ഏകാധിപതി എന്ന് വിളിച്ച് യൂട്യൂബിൽ വീഡിയോകളൊന്നും നിർമ്മിക്കപ്പെടുന്നില്ല. നിഷ്പക്ഷമതിയായ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും മരിച്ചവർക്കായി ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. ഒരു അമ്മൂമ്മയുടെ മൂക്കോ പലസ്തീൻ വക്താക്കളോ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആയത്തുള്ള ഖമനേയിയെ ശപിച്ച് കരയുന്നതുമില്ല. ഇരട്ടത്താപ്പ് കാണിക്കുന്ന തെമ്മാടി വർഗങ്ങൾ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞതെല്ലാം ഒരു പരിധിവരെ എന്നല്ല 90% ശരിയായ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നു. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ റാഫേൽ ഉണ്ടാകുമ്പോൾ അത് സ്വയം ഉണ്ടാക്കിയതല്ല, അവിടെ നിന്നുള്ള ആക്രമണത്തിന് പകരമായിട്ടുണ്ടായ ഒരു ആക്രമണമായിരുന്നു, ഒരു പ്രത്യാക്രമണമായിരുന്നു. അതിൽ ഇത്രയേറെ വേദനിച്ച് കേരളത്തിലുള്ളവർ പോസ്റ്റ് ഇടുമ്പോൾ, പ്രതികരിക്കുമ്പോൾ, ഇങ്ങനെ ക്രൂരമായ ഒരു നടപടി ഇറാനിൽ നടക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന ആ ഇരട്ടത്താപ്പ് അത് മലയാളിക്ക് വേണോ എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ശക്തമായി ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.